വെറും ഒറ്റ പ്രാവശ്യം യൂസിൽ തന്നെ ഡെഡായ ചർമ്മം തുടച്ചു മാറ്റി ചർമ്മത്തെ നല്ല പോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചർമ്മം നല്ല പോലെ തിളക്കം വെക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ ചർമ്മത്തിന് നിറമില്ല എന്ന് പറഞ്ഞ് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ ഈ പറയുന്ന ഫേസ് പാക്ക് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ ഒരു ഫേസ് പാക്ക് ഏതാണെന്നുള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അടുത്ത ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. വെറും ഒറ്റ യൂസിൽ തന്നെ ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിന്നിനെ ഇല്ലാതാക്കിയിട്ട് ചർമ്മത്തിന് നല്ല പോലെ നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. എത്ര സമയമില്ലാത്തവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുന്നതിന് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വയസ്സ് തൊട്ട് മുകളിലുള്ള കുട്ടികൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ തുടച്ചു മാറ്റാനായിട്ട് ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് സാധിക്കും. മുന്നോട്ടും കുറച്ച് നാൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചർമ്മത്തിന് നല്ലതാണ്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ ഫേസ് പാക്ക് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ചർമ്മത്തിന് നല്ല പോലെ ഒരു മാറ്റം നേടാനായിട്ട് ഞാൻ ഈ പറഞ്ഞ ഫേസ് പാക്കിൽ നിന്ന് സാധിക്കും. ആ ഒരു ഫേസ് പാക്ക് ഏതാണെന്നുള്ളത് ഞാൻ പറയാം. അതിലേക്ക് നമുക്ക് പോകാം. അത് ചെയ്തിട്ടുള്ള റിസൾട്ടും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. മുഖം വെളുക്കാൻ എളുപ്പമാർഗമാണ് ഇന്ന് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുഖത്തെ ടാൻ ഇല്ലാതാക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് ബോഡി മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസിനും ബോഡിക്കും നിറം വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന പാക്ക് കുറച്ച് ദിവസം ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല പോലെ മാറ്റം കിട്ടുന്നതാണ്. ഒരു ബൗൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സ്കിന്നിന് നല്ല പോലെ ഗുണം നൽകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. സ്കിൻ ടോൺ വളരെ പെട്ടെന്ന് കൂട്ടാനായിട്ട് മഞ്ഞളിൽ നിന്ന് സാധിക്കും. അതായത് കസ്തൂരി മഞ്ഞളോ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും ബെറ്റർ കസ്തൂരി മഞ്ഞളാണ്. 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഉലുവ കുതിർത്ത വെള്ളമാണ്. ഉലുവ കുതിർത്തിട്ടേക്കുന്നുണ്ടോ? ഉലുവ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്കിത് കുറച്ച് വെള്ളം വേണം. ഒരു ദിവസം മുഴുവൻ കുതിർത്ത ഉലുവ നമുക്ക് വേണം. അത് കുതിർത്തതിന് ശേഷം അതിൻ്റെ ഒരു വെള്ളം വേണം. അത് ഇതിലേക്ക് നമുക്ക് മിക്സ് ആക്കുന്നതിന് വേണ്ടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ അരച്ച് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പം ഉലുവ അരച്ച് ചേർത്താലും നല്ലതാണ്. ഉലുവ ഒരു ദിവസം മുഴുവൻ കുതിർത്ത് വെക്കണം. അതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. അതിനുശേഷം എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ സത്തൊക്കെ കിട്ടുകയും ഉലുവ നല്ലപോലെ കുതിർന്ന് കിട്ടുകയും കൂടി ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഇതിനകത്ത് ഞാൻ ഇതുപോലെ എടുത്തു വച്ചിരിക്കുന്ന ഉലുവ അരച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അരച്ച് ചേർക്കുന്നതുമൊക്കെ നല്ലതാണ്. സ്കിൻ വളരെയധികം സോഫ്റ്റ് ആക്കാനും സ്കിന്നിന് നല്ല പോലെ ഒരു നിറം നൽകാനുമൊക്കെ സഹായിക്കുന്നതാണ്. ഉലുവയുടെ ആ ഒരു വെള്ളം ചേർത്തിട്ടുണ്ട്. കണ്ടോ? അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഗുണം വളരെ പെട്ടെന്ന് കിട്ടുകയും അത് ലൈഫ് ടൈം നിർത്താനും കൂടി നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. എന്തായാലും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യണം. വീട്ടമ്മമാരൊക്കെ സൗന്ദര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എളുപ്പം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇനി നിങ്ങൾക്കിപ്പോൾ സമയമില്ല, സൗന്ദര്യം കൂട്ടാനും മുഖത്തെ നിറം കൂട്ടാനും ഒന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി വിഷമിക്കേണ്ട. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ മതി. നല്ലതാണ്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും സമയമില്ല പഠിക്കണം എന്നൊക്കെ ചിന്തിച്ച് നിങ്ങളുടെ സൗന്ദര്യത്തെയൊക്കെ സംരക്ഷിക്കാതിരിക്കുമ്പോൾ സ്കിന്നൊക്കെ വല്ലാതാകും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചർമ്മം നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനും കൂടി നിങ്ങൾക്ക് സാധിക്കും. എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള വ്യത്യാസമൊക്കെ നിങ്ങളെ കാണിക്കാം. ആണ് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു പാക്ക്. ഇതിട്ട് കൊടുക്കാം. എൻ്റെ കൈയുടെ കളർ നിങ്ങൾ ഇപ്പോഴേ കണ്ടല്ലോ. അധികം നിറമില്ല. ആ ഒരു ഏരിയയിലേക്കാണ് ഞാൻ നമ്മുടെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇട്ട് കൊടുക്കുകയാണ്.
അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകിയിട്ടുള്ള വ്യത്യാസം കാണിക്കാം. കഴുകുകയാണ്. കുറച്ച് നേരം വെച്ചു. നിങ്ങൾ ഒരു 10-20 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ഈ 10 മിനിറ്റ് ഞാൻ വെച്ചോളൂ. കൂടുതലും ടൈം ഇരിക്കും തോറും സ്കിന്നിലേക്ക് അത് ഇറങ്ങി ചെല്ലുന്നതാണ്. കഴുകിയിട്ടുണ്ട്. എന്തായാലും ഈ വെള്ളം ഒന്ന് മാറ്റട്ടെ. അങ്ങനെ കഴുകിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഇരിപ്പുണ്ട്. തുടച്ചുകൂടെ ഞങ്ങളെ കാണിക്കാം. കണ്ടോ സ്കിന്നിൻ്റെ ചേഞ്ച് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടോ സ്കിൻ സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ ഒരു ഗ്ലോയും കൂടി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഇവിടുത്തെ കളറൊക്കെ നിങ്ങൾ കണ്ടോ, വളരെ കളർ കുറവാണ്. ഇവിടെ ചെയ്ത ഭാഗത്ത് മാത്രമേ ഉള്ളൂ നല്ലപോലെ നിറം. എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് കിട്ടും. കണ്ടല്ലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ. ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ ഫേസ് പാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിന്നിനെ തുടച്ച് മാറ്റി നല്ല ചർമ്മകാന്തി നേടിയെടുക്കാനായിട്ട് ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുതേ. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി ഞാൻ പറയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.